ഓണസദ്യയിലും അതുപോലെ നോർമൽ സദ്യയിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്തതുമാണ് നമ്മുടെ ഇഞ്ചിക്കറി. ഇതുപോലെ നല്ല കുറുകിയ ഇഞ്ചിക്കറി നമുക്ക് വയ്ക്കാം. അതിനുവേണ്ടി നമുക്ക് നല്ല നാടൻ ഇഞ്ചി എടുത്ത് ഇതുപോലെ നന്നായിട്ട് ചെത്തിയിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നൈസായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലൊഴിച്ച് നന്നായിട്ട് ഞവടി മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന ഇഞ്ചി വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുക്കാം. ഈ വറുത്തത് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് അരിച്ചെടുക്കാൻ. ഇനി ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ച് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് ഇനി നമുക്ക് പൊടിയിടാം. അതിനു വേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് കുറച്ച് കായം കൂടെ ചേർക്കാം. അതിനുശേഷം പുളി നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ നമുക്ക് ശർക്കര പാനിയും കൂടെ ഒഴിക്കാം. നമുക്ക് മധുരത്തിനനുസരിച്ച് നമുക്കത് ചേർക്കാമെന്നുള്ളതാണ്. എന്നിട്ട് പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ സദ്യ ഇഞ്ചിക്കറി റെഡിയായി. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഫോളോ നാടൻ ആൻഡ് നൊമാഡ്. താങ്ക് യു.